സയന്റിഫിക് ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ടൈം എന്നുള്ള ടോപ്പിക് എടുത്തിട്ടാൽ എല്ലാവർക്കും വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരിക്കും, എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു തിയറിയാണ് ഇറ്റേണലിസം എന്ന് പറയുന്നത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഈ മൂന്ന് സംഭവങ്ങളും ഓൾറെഡി നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണ്. അതായത് എല്ലാം കോഎക്സിസ്റ്റ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് ആണ്. അതായത് ഭാവി എന്നുള്ള ഒരു സംഭവം ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണെന്നാണ് നമ്മുടെ ഈ തിയറി പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് കേട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഒരു ബുക്ക് കൺസിഡർ ചെയ്യാം. ആ ബുക്കിന് ആദ്യം ഒരു പേജ് ഉണ്ടാവും, അവസാനം ഒരു പേജ് ഉണ്ടാവും, അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരുപാട് പേജസും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ വായിച്ച് കഴിഞ്ഞ പേജസ് പാസ്റ്റും വായിക്കാൻ പോകുന്ന പേജസ് ഫ്യൂച്ചർ ആയിട്ട് മാറും. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന പേജാണ് നമ്മുടെ പ്രസന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്യൂച്ചർ ഓൾറെഡി നടന്നു കഴിഞ്ഞൊരു സംഭവമാണ്. അതായത് അടുത്ത പേജിൽ എന്താണോ ഉള്ളത് അതവിടെ ഓൾറെഡി എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഈ മൂന്ന് സംഭവങ്ങളും കോറിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ആ ബുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ബുക്കിന് ഒന്ന് രണ്ട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ 21ാമത്തെ പേജിൽ നിന്ന് വേണമെങ്കിൽ ഒരു 19ാമത്തെ പേജിലേക്ക് പോകാൻ പറ്റും. എനിക്ക് 21ാമത്തെ പേജിൽ നിന്ന് ഒരു 45ാമത്തെ പേജിലേക്ക് പോകാൻ പറ്റും, ഒരു 100ാമത്തെ പേജിലേക്ക് പോകാൻ പറ്റും. അതായത് എനിക്ക് പേജസ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പാസ്റ്റിലേക്കും പോകാൻ പറ്റും, പ്രസന്റിലേക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റും. അത് മൾട്ടിപ്പിൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാനും പറ്റും. ഇൻ റിയൽ ലൈഫ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് ഈ പുസ്തകത്തിന്റെ എക്സാമ്പിളിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് ഒരു സിനിമയോ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇതിന്റെ ഫ്യൂച്ചറിൽ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള കാര്യം ഓൾറെഡി ഈ വീഡിയോ ടൈം ലൈനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് പോവേണ്ടത് താമസം മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു കോൺസെപ്റ്റ് ഇത്ര സിമ്പിൾ ആയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. ഈ കോൺസെപ്റ്റിന്റെ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് ഇതേ സിറ്റുവേഷൻ നമ്മുടെ യൂണിവേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യാം. അതായത് ഈ ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബാങ് ആയിരിക്കും. അതിന്റെ അവസാനത്തെ പേജ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ അവസാനമായിരിക്കും. നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റ് ആയിരിക്കും. അതായത് നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു ദിവസമായിരിക്കും. അപ്പോ ഈ ഒരു തിയറിനെയാണ് നമ്മൾ ഇറ്റേണലിസം അല്ലെങ്കിൽ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്നൊക്കെ പറയുന്നത്. ടൈമിൽ നടക്കേണ്ട എല്ലാ പോയിന്റ്സും നമ്മുടെ യൂണിവേഴ്സിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റിന്റെ ഏറ്റവും വലിയ റിയാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസിഷന് യാതൊരു പ്രാധാന്യമില്ല. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് മാർക്ക് മേടിക്കണം, എക്സാംസ് എഴുതണം, അതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല. നിങ്ങൾ ഡോക്ടർ ആവാൻ പോവുകയാണോ, എഞ്ചിനീയർ ആവാൻ പോവുകയാണോ, ഒന്നിനും ഒരു പ്രാധാന്യമില്ല. കാരണം നിങ്ങൾ എന്താണോ ആവാൻ പോകുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണോ നടക്കാൻ പോകുന്നത് അത് ഓൾറെഡി എഴുതപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ആ വഴിയിലൂടെ, അതായത് സമയം എന്നുള്ള ഒരു വണ്ടിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഈ വീഡിയോ കാണാനുണ്ടായ സാഹചര്യം അത് ഓൾറെഡി എക്സിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ്. സമയം എന്നുള്ള ഒരു ഫിനോമിനെ നിങ്ങളെ ഇതിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ. അതല്ലാണ്ട് നിങ്ങളെടുത്ത ഡിസിഷൻ അല്ല അത്. ഇതേക്കും നിങ്ങൾക്ക് തോന്നുന്നു എന്റെ തലക്കിട്ട് ആരും അടിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റിയിൽ ഉദിച്ച ഒരു ഐഡിയ ആണ്. ഈ തിയറിയുടെ പേര് ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പേരിൽ തന്നെ ഒരു ബ്ലോക്ക് എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചം ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ക്യൂബ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ക്യൂബിന് 6 ഫേസസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഈ കാണുന്ന ഫേസ്, അതായത് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് പാസ്റ്റും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫേസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറും ആയിരിക്കും. പാസ്റ്റ് ഫേസിന്റെ ഫ്യൂച്ചർ ഫേസിന്റെ നടുക്ക് ഒരു വോളിയം ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് ശരിക്കും നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റിന്റെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പോകുന്നത് ഈ സ്പേസിലൂടെയാണ്. ഈ ക്യൂബിന്റെ പാസ്റ്റ് ഫേസിൽ നിന്ന് ഫ്യൂച്ചർ ഫേസിലേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ ഇതിന്റെ ഈ ക്യൂബിന്റെ അകത്തൂടെ വേണ്ടേ പോകാനായിട്ട്, അതായത് ഈ സ്പേസിലൂടെ വേണ്ടേ പോകാനായിട്ട്. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി ഈ ബ്ലോക്കിന്റെ അകത്ത് സ്പേസ്, അതായത് ഈ ഒരു എംപ്റ്റി സ്പേസില്ലേ, അതിന്റെ അകത്ത് ഒരാൾ നിൽക്കുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതായത് ഇയാൾ നിൽക്കുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പോ ഇയാൾ നിൽക്കുന്ന ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്പേസിൽ നിൽക്കുന്ന ഇയാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് സമയം പോകുന്നത് പാസ്റ്റ് നിന്ന് ഫ്യൂച്ചറിലേക്കായിരിക്കും. അതായത് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. അതായത് ഈ സ്പേസിന്റെ അകത്ത് ഇയാൾ നിൽക്കുന്ന ആ ഒരു പോയിന്റും പാസ്റ്റും ഫ്യൂച്ചറുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. ആ ലൈനിനെ നമ്മൾ ടൈം എന്നാണ് പറയുന്നത്. ഈ ആദ്യത്തെ കേസ് ഒരാൾ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിൽക്കുന്ന ഒരു കേസാണ് ഞാൻ പറയുന്നത്. അതായത് അയാൾ അനങ്ങുന്നില്ല. പക്ഷെ ഒരാൾ അനങ്ങുന്ന കേസാണ് ശരിക്കും രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. അതായത് വേറൊരാള് ഇതേ സ്പേസിൽ മോഷനിലാന്ന് വിചാരിക്കുക. അപ്പോ ഇദ്ദേഹം പാസ്റ്റ് നിന്ന് ഫ്യൂച്ചറിലേക്ക് പോകുന്ന ആ ഒരു ടൈം ലൈനിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും. അതായത് ചെറിയൊരു ഡീവിയേഷൻ അവിടെ ഉണ്ടാവും.
അത് വരാൻ കാരണം ഇദ്ദേഹം മോഷനിലായതുകൊണ്ടാണ്, അതായത് ഇദ്ദേഹം അനങ്ങുന്നത് കൊണ്ടാണ്. ഇനി ഈ രണ്ട് കേസിന്റെയും ബ്ലോക്ക് ഡയഗ്രാംസ് ഞാൻ സൈഡ് ബൈ സൈഡ് ആയിട്ട് വച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് തോന്നുന്നത്? ആദ്യത്തെ കേസിൽ ഇയാൾ നിൽക്കുന്ന ഒരു സ്പേസിൽ നിന്ന് പാസ്റ്റിലേക്ക് ഫ്യൂച്ചറിലേക്ക് പോകുന്ന ആ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. എന്നാൽ സെക്കൻഡറി കേസിൽ ഇദ്ദേഹം മോഷനിലായതുകൊണ്ട് തന്നെ ടൈമിന് ചെറിയ ഡിഫ്ലക്ഷൻ അവിടെ വരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഡയഗ്രത്തിൽ കാണുന്ന പോലെയാണ്. ഇതിപ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യൂബിന്റെ 2 ഡയമെൻഷണൽ ഇമേജ് ആണ് കാണിക്കുന്നത്, അതൊരു ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത്. അതായത് ടൈം എന്നുള്ള ഒരു സംഭവം മോഷനിൽ നിൽക്കുന്ന ഒരാളും സ്റ്റാൻഡ് സ്റ്റിൽ നിൽക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് രണ്ടുപേരുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞതാണ് ആൻഡ്രോമേഡ പാരഡോക്സിന്റെ ഒരു ബേസിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ബേസ് ലൈൻ ആണ് ശരിക്കും ഞാനിപ്പോ പറഞ്ഞത്. ഇനി ആൻഡ്രോമേഡ പാരഡോക്സ് എന്താണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കയറി കണ്ടാൽ മതി. അപ്പോ ഐൻസ്റ്റൈന്റെ തിയറി ബ്ലോക്ക് യൂണിവേഴ്സിനെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ഡിസിഷൻ ഇല്ലേ, അത് ശരിക്കും ആവശ്യമില്ലാത്തൊരു കാര്യമല്ലേ. കാരണം ഈ വീഡിയോ എന്തായാലും എടുക്കപ്പെടും, നിങ്ങളിപ്പോ ഈ വീഡിയോ കാണും, അതൊക്കെ ശരിക്കും നടക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാനിപ്പോ എടുക്കുന്ന ഒരു ലോജിക്കൽ ഡിസിഷൻ അത് ശരിക്കും വേസ്റ്റ് അല്ലേ? എന്തെങ്കിലും മീനിങ് കണ്ടോ ഇതിന്? ഇറ്റേണലിസം അല്ലെങ്കിൽ ബ്ലോക്ക് യൂണിവേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രസന്റിസം. ഈ ഒരു തിയറിയിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിച്ച് ജീവിക്കുന്നത്. അതായത് പാസ്റ്റ് നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്, അതായത് നടന്നുപോയ സംഭവങ്ങളാണ്, പ്രസന്റിലാണ് ശരിക്കും നമ്മളിപ്പോ ജീവിക്കുന്നത്. അതായത് പ്രസന്റ് ആണ് ശരിക്കും റിയാലിറ്റി, ഫ്യൂച്ചർ നടന്നിട്ടില്ല, അത് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു തിങ്കിങ്ങിലാണ് ശരിക്കും നമ്മുടെ ലോകമൊക്കെ ശരിക്കും ഇപ്പൊ പോകുന്നത്. ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. പാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു മെമ്മറി മാത്രമാണ്. ഇപ്പൊ ഞാൻ ജനിച്ചല്ല, ഇപ്പൊ ജസ്റ്റ് ആദ്യത്തെ സ്കൂളിൽ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എനിക്കൊരു മെമ്മറി മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചർ എന്താന്നുള്ളത് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ അടുത്ത നിമിഷം ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല, ചിലപ്പോൾ കറണ്ട് പോയിരിക്കും. അപ്പോ അതൊക്കെ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രസന്റ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ചുറ്റുപാട് അവിടെ തവള അറിയാന്ന് വെച്ചേക്കുന്നുണ്ട്, അവിടെ സീവീഡ് അറിയാന്ന് വെച്ചേക്കുന്നത്, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ശരിക്കും പ്രസന്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫാണ്, അങ്ങനത്തെ ഒരു റിയാലിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി വേറൊരു സംഭവമാണ് ഡിസിഷൻസ് വെച്ചിട്ടുള്ള റിയാലിറ്റി. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാനിപ്പോ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പോ ഈ വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ല. അപ്പോ അതൊരു റിയാലിറ്റി. അതല്ലാണ്ട് നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നില്ലേ, അതിന്റെ അർത്ഥം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോ അത് നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി. ഈ രണ്ട് റിയാലിറ്റിയും എൻറ്റയർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്റെ ഡിസിഷൻ അനുസരിച്ചാണ്. അതായത് എന്റെ ഒരു ഡിസിഷൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഈ രണ്ട് റിയാലിറ്റി ഇങ്ങനെ പോലെ ഇങ്ങനെ പോയേക്കുന്നത്. അതായത് ഈ രണ്ട് റിയാലിറ്റിയുടെ ഫ്യൂച്ചർ വളരെയധികം ഡിഫറെന്റ് ആയിരിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ രണ്ട് തിയറീസും ശരിക്കും ഹ്യൂമൻ എക്സ്ക്യൂസസ് ആണ്. അപ്പോ ഇനി കുറച്ച് സയന്റിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സമയത്തെ പറ്റി സയന്റിഫിക് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ക്വാണ്ടം ലെവലിൽ സംസാരിക്കുന്നതാണ്. ക്വാണ്ടം ലെവലിൽ ആലോചിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വളരെയധികം അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും അത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആറ്റത്തിന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ക്വാണ്ടം ലെവലിൽ നിൽക്കുന്ന ഒരു ആറ്റത്തിന് ഒരു പാർട്ടിക്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യും. ആ പാർട്ടിക്കിളിന് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഒരു പാർട്ടിക്കിൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഡിസ്ട്രോ ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾ ഒരു 100 വർഷം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കാം, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. അങ്ങനെ വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും ക്വാണ്ടം ലെവലിൽ നമ്മൾ ആലോചിക്കുമ്പോൾ. പക്ഷേ അത് തന്നെയല്ല നമ്മുടെ റിയാലിറ്റിയിൽ സംഭവിക്കുന്നത്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിനെ ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ഇത് തന്നെയാണ്. അതായത് ക്വാണ്ടം ലെവലിൽ റിയാലിറ്റിയിലും അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി ശരിക്കും ഒരു മണ്ടത്തരമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു സർപ്രൈസസും ഇല്ല, ക്വാണ്ടം സയന്റിസ്റ്റുമാർ ഇതിനെ യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി ശരിക്കും മണ്ടത്തരമാണെന്നാണ് ശരിക്കും അവരൊക്കെ പറയുന്നത്. പക്ഷെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലെ മെജോറിറ്റി ആൾക്കാരും ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിനെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ബ്ലോക്ക് യൂണിവേഴ്സിനെ ഏറ്റവും കൂടുതൽ എതിർത്ത് നിൽക്കുന്നത് ഒരൊറ്റ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് എൻട്രോപ്പി എന്നാണ്.
+1 +2 ഫിസിക്സ് ഒക്കെ മര്യാദ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി എന്നുള്ള ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഒന്നാമത് എൻട്രോപ്പി എന്നുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നോമെൻക്ലേച്ചർ ആണ്. രണ്ടാമത് എൻട്രോപ്പിക്ക് നമുക്ക് പഠിക്കാൻ ഒരേ ഒരു ഡെഫിനിഷനേ ഉള്ളൂ, അതായത് ഡിഗ്രി ഓഫ് റാൻഡംനെസ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ചോദ്യമാണ് എന്താണ് എൻട്രോപ്പി, വാട്ട് ഇസ് എൻട്രോപ്പി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസറും കൂടിയാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും. അതായത് ഡിഗ്രി ഓഫ് റാൻഡംനെസ്. അതാണ് നമ്മുടെ ടീച്ചർമാർ നമ്മളെ പഠിപ്പിച്ചിട്ടേക്കുന്ന ഒരു ആൻസർ. പക്ഷേ എൻട്രോപ്പി എന്നുള്ള ഒരു സംഭവത്തിന് വേറെ ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഡിഗ്രി ഓഫ് റാൻഡംനെസ് എന്ന് പറയുന്ന ആ ഒരു 3 വാക്കിന്റെ അകത്ത് ഒരു പ്രപഞ്ചം തന്നെ ഒളിച്ചിരിപ്പുണ്ട്. അതിനെപ്പറ്റി എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാം. റാൻഡം എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. ഒരു കുപ്പിയുടെ അകത്ത് അല്ലെങ്കിൽ ഒരു ബൗളിന്റെ അകത്ത് കുറെ ബോളുകൾ ഇടുന്നതായിരിക്കും. ആ ബോളിന്റെ അകത്ത് 1 തൊട്ട് 10 വരെ എഴുതി വെച്ചിട്ടുണ്ടെന്നായിരിക്കാം. അതിന്റെ അകത്ത് നമ്മൾ കണ്ണെടുത്തിട്ട് ഒരു ബോൾ എടുക്കുന്നതിനാണ് ശരിക്കും നമ്മൾ റാൻഡം ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടാൻ പോകുന്ന നമ്പർ എന്താണെന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയാണ് നമ്മൾ റാൻഡം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ റാൻഡംനെസിന്റെ മെഷർമെന്റിനെയാണ് ശരിക്കും നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. അതായത് ചെറിയ എൻട്രോപ്പി ഉണ്ട്, അതായത് കുഞ്ഞ് എൻട്രോപ്പി ഉണ്ട്, വലിയ എൻട്രോപ്പി ഉണ്ട്. കുഞ്ഞ് എൻട്രോപ്പി എന്താ വെച്ചാൽ ഒരു പാക്കറ്റ് ചീട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ആ ചീട്ട് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചെടുത്ത് ഉടനെ ഷഫിൾ ചെയ്യാത്തൊരു ചീട്ടാന്ന് വിചാരിക്കാം, ഒരു പാക്ക് ഓഫ് ചീട്ടാന്ന് വിചാരിക്കാം. അതിന്റെ അകത്ത് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന കാർഡ് ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്? നമുക്ക് അറിയാവുന്ന കാര്യമാണത്. അതുപോലെ തന്നെ രണ്ടാമത് എടുക്കാൻ പോകുന്നതും മൂന്നാമത് എടുക്കാൻ പോകുന്ന കാർഡുകളൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. കാരണം അത് അതിന്റെ ഡെക്ക് അനുസരിച്ച് ഷഫിൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഞാനിപ്പോ ഇതേ ഡെക്ക് ഓഫ് കാർഡ് എടുത്തിട്ട് ഞാനിങ്ങനെ വളരെ വിഗറസ് ആയിട്ട് ഷഫിൾ ചെയ്തിട്ട് ഞാൻ എന്നിട്ട് ഒരു കാർഡ് എടുക്കാന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഏത് കാർഡാന്നുള്ളത് ഗസ് ചെയ്യാന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു മജീഷ്യൻ ഒന്നും അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് കുഞ്ഞ് എൻട്രോപ്പി അല്ലെങ്കിൽ ലോ എൻട്രോപ്പി എന്ന് വിളിക്കാൻ പറ്റും. ഈ രണ്ടാമത്തെ കേസ് അതായത് വിഗറസ് ആയിട്ട് ഷഫിൾ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന കാർഡിന്റെ കേസില്ലേ, അതിനെ ഹൈ എൻട്രോപ്പി എന്ന് വിളിക്കാൻ പറ്റും. അതായത് ആദ്യത്തെ കേസിന്റെ എൻട്രോപ്പിയുടെ മെഷർമെന്റ് വളരെ ലോ ആണ്, രണ്ടാമത്തെ കേസിന്റെ എൻട്രോപ്പിയുടെ മെഷർമെന്റ് വളരെയധികം കൂടുതലാണ്, ഹൈ എൻട്രോപ്പിയാണ് അവിടെ ഉള്ളത്. ഈ ഡിഗ്രി ഓഫ് റാൻഡംനെസ് അതായത് എൻട്രോപ്പി എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടൈം എന്നുള്ള ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ സംഭവം നല്ല രസമാണ് കേൾക്കാനായിട്ട്. നമുക്ക് എക്സാമ്പിൾസിലൂടെ തന്നെ പോവാം. സമയം എന്ന് പറയുന്നത് ഒരു ആരോ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതായത് പാസ്റ്റ് നിന്ന് ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു ആരോ ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് എന്നുള്ള ഒരു സംഭവം ലോ എൻട്രോപ്പിയും ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു ആരോ ഇല്ലേ, അത് ഹൈ എൻട്രോപ്പിയാണ്. പാസ്റ്റ് ലോ എൻട്രോപ്പി ആണെന്ന് ഞാൻ പറയാൻ കാരണം പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം, നമുക്കിപ്പോ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് ഫ്യൂച്ചർ ഹൈ എൻട്രോപ്പിയും പാസ്റ്റ് ലോ എൻട്രോപ്പിയും, അതായത് നേരത്തെ ആ ചീട്ടിന്റെ എക്സാമ്പിൾ ഇല്ലേ, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ചീട്ടിന്റെ പാക്ക് ലോ എൻട്രോപ്പിയും, അതായത് പാസ്റ്റ് ലോ എൻട്രോപ്പിയും ഷഫിൾ ചെയ്ത ഒരു ചീട്ടിന്റെ പാക്ക് ഇല്ലേ അത് ഹൈ എൻട്രോപ്പി. അതായത് ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാന്ന് അറിയില്ലല്ലോ, അപ്പൊ അത് ഹൈ എൻട്രോപ്പി. ഇനി നമുക്ക് പയ്യെ ബ്ലോക്ക് യൂണിവേഴ്സിലേക്ക് തിരിച്ചു വരാം. അതായത് ഈ ബ്ലോക്ക് യൂണിവേഴ്സിന്റെ അകത്ത് ആരോ ഓഫ് ടൈം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇല്ല. അതായത് പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു ആരോ ഇല്ലേ, ഇപ്പൊ പറഞ്ഞ ഒരു ആരോ ഇല്ലേ, അത് ശരിക്കും ബ്ലോക്ക് യൂണിവേഴ്സിന്റെ തിയറിയുടെ അകത്ത് ഇല്ല. ഇവിടെ ആകെയുള്ളത് പാസ്റ്റ് ഫേസും ഫ്യൂച്ചർ ഫേസും പിന്നെ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു സ്പേസിന്റെ അകത്ത് നിൽക്കുന്ന ആ ഒരു ആളുടെ ഫേസ്, അതായത് പ്രസന്റ് ഫേസ്. അപ്പോൾ ബ്ലോക്ക് യൂണിവേഴ്സിന്റെ അകത്ത് ഈ പറയുന്ന ടൈമിന്റെ ഒരു ആരോ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഇതിന്റെ അകത്ത് എൻട്രോപ്പി ചേഞ്ച് ചെയ്യരുത്. അതായത് പാസ്റ്റില് ഫ്യൂച്ചറിലും പ്രസന്റിലെല്ലാം എൻട്രോപ്പി സെയിം ആയിരിക്കണം. അതായത് ഫ്യൂച്ചറും പാസ്റ്റ് ഒക്കെ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എൻട്രോപ്പിക്ക് യാതൊരു വ്യത്യാസവും വരരുത്. അതായത് പാസ്റ്റ് ലോ എൻട്രോപ്പിയും ഫ്യൂച്ചർ ഹൈ എൻട്രോപ്പി അങ്ങനെ ഒന്നുമില്ല, മൊത്തത്തിൽ ഒരൊറ്റ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻ റിയാലിറ്റി അങ്ങനെയല്ല. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു എൻട്രോപ്പി ലെവൽ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. പാസ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് പാസ്റ്റിലത്തെ എൻട്രോപ്പി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ബ്ലോക്ക് യൂണിവേഴ്സിൽ അല്ലേ ജീവിക്കുന്നത്? ഞാൻ ഇത്ര നാൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കൺസെപ്റ്റ് ശരിക്കും തെറ്റായിരുന്നോ? ഇതിനുള്ളൊരു പോസിബിൾ എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ബ്ലോക്ക് യൂണിവേഴ്സിൽ തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷേ എൻട്രോപ്പി എന്നുള്ളത് ഈ ബ്ലോക്ക് യൂണിവേഴ്സിലത്തെ ഒരു ഫീച്ചർ മാത്രമാണ്. അതായത് നമ്മുടെ ബ്ലോക്ക് യൂണിവേഴ്സിൽ ലോ എൻട്രോപ്പി ഉണ്ട്, ഹൈ എൻട്രോപ്പി ഉണ്ട്. അത് ഓരോരോ ബ്ലോക്സ് മുന്നോട്ട് പോകും തോറും കൂടി കൂടി വരും. നമ്മുടെ ഒരു ബ്രെയിനും ഫിസിക്സും ശരിക്കും വയർ ചെയ്തിരിക്കുന്നത് ലോ എൻട്രോപ്പി ടു ഹൈ എൻട്രോപ്പിയിലേക്ക് പോകുന്ന ആ ഒരു ചേഞ്ച് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് നമുക്ക് അത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതാണ് ഇതിനുള്ള ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ. ഇത് ശരിക്കും വലിയൊരു പ്രപഞ്ച ടോപ്പിക് തന്നെയാണ്, പക്ഷെ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറുതായിട്ടും വളരെ ഷോർട്ടായിട്ടും പറയുന്നത്. കാരണം സമയത്തിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ക്വാണ്ടം ലെവലിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ക്വാണ്ടം തിയറിയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിന്റെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ബ്ലോക്ക് തിയറി വെച്ചുകൊണ്ട് എന്താ കഴിഞ്ഞാൽ അവിടെ ഓടിച്ചു വിടുകയുള്ളൂ. കാരണം അവർ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ ഈ പറയുന്ന ഫ്യൂച്ചർ ഒരു ബ്രാഞ്ച് പോലെ ഇങ്ങനെ പോകുന്നതെന്നുള്ളതാണ്. അതായത് മെനി വേൾഡ് തിയറി എന്നൊക്കെ ഞാൻ പറയാം. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ അൺസോൾവ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ശരിക്കും ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്ന് പറയുന്നത്. അപ്പോ സിമ്പിൾ ആയിട്ട് പറയാനാണ് ശ്രമിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയണമെങ്കിൽ പറയാം, പക്ഷെ ഒരുപാട് സമയം എടുക്കും. ഇതിനെല്ലാം തുടക്കം ഇട്ടത് ഐൻസ്റ്റൈൻ്റെ ഒരു തിയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേട്ടെന്നാണ് തോന്നുന്നത്, അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.